KWA ഓപ്പറേറ്റർ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സിലബസിൽ രണ്ട് പാർട്ടാണുള്ളത്, ഇലക്ട്രിക്കൽ പാർട്ടും മെക്കാനിക്കൽ പാർട്ടും. ഈ എക്സാമിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കൽ പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ, ആദ്യത്തേത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കറന്റ്, വോൾട്ടേജ്, ഓംസ് ലോ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ബേസിക്സ്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം. AC സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്, ബേസിക് ടേംസ്, പിന്നെ 3 ഫേസ് സിസ്റ്റംസ്, ഇതൊക്കെ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മെഷറിംഗ് മെത്തേഡ്സും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, അതുപോലെയുള്ള ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ മെഷർമെന്റ്സും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു പാർട്ടിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളർ. ഇലക്ട്രിക്കൽ സേഫ്റ്റീസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇലക്ട്രിക്കൽ ഷോക്ക്, അതിൽ നിന്നുള്ള സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ബാറ്ററി ആൻഡ് സോളാർ സെൽ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നതാണ് വയറിംഗ് അക്സസറീസ്, വേരിയസ് വയറിംഗ് സിസ്റ്റംസ്, സ്വിച്ചസ്, അതുപോലെ തന്നെ സേഫ്റ്റി ഡിവൈസസ്, ഇതൊക്കെ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുണ്ട്. സിലബസ് പറഞ്ഞിരിക്കുന്ന അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് DC മെഷീൻസ് ആണ്. DC ജനറേറ്റേഴ്സ്, DC മോട്ടോഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻസ്, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് AC മെഷീൻസ് ആണ്. AC മെഷീനിൽ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, 3 ഫേസ് സിങ്ക്രണസ് മോട്ടോഴ്സ്, അതിന്റെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇനി സിലബസിലെ ഇലക്ട്രിക്കൽ പാർട്ടിൽ നെക്സ്റ്റ് വരുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതായത് നമ്പർ സിസ്റ്റംസ്, ലോജിക് ഗേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് പവർ ഇലക്ട്രോണിക്സ്. പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത് റെക്ടിഫയേഴ്സ്, ഇൻവെർട്ടർ, ബാറ്ററി ചാർജർ, UPS, ഇതിന്റെയൊക്കെ വർക്കിംഗ്, കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് സിലബസിൽ വരുന്നത് മെക്കാനിക്കൽ പാർട്ടാണ്. മെക്കാനിക്കൽ പാർട്ടിൽ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് ആണ്. ഇതിൽ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പമ്പ്സ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, കൺസ്ട്രക്ഷൻസ്, അതുപോലെ ടെസ്റ്റിംഗ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 1ൽ തന്നെ വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് ഫാസ്റ്റനേഴ്സ്. ഫാസ്റ്റനേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാസ്റ്റനേഴ്സ്, ഡിഫറെന്റ് ലോക്കിംഗ് ഡിവൈസുകൾ, വാഷർ, ഗ്യാസ്കറ്റ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഷീറ്റ് മെറ്റൽ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെന്റ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, ഷീറ്റ് മെറ്റൽ ജോയിന്റുകൾ, അതുപോലെ സോൾഡറിങ്, ബ്രേസിങ്, റിബറ്റിങ്, ഇതുപോലെയുള്ള ഫാസ്റ്റനിങ് മെത്തേഡ്സ്, പിന്നെ ഷീറ്റ് ആൻഡ് വയർ ഗേജസ്, പൈപ്പ് ഫിറ്റിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുണ്ട്. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നത് IC എഞ്ചിനാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എഞ്ചിൻസ്, അതായത് ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എഞ്ചിൻസ്, എഞ്ചിന്റെ പാർട്ടുകൾ, സ്പെസിഫിക്കേഷൻ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുണ്ട്. ഇനി സിലബസിൽ നെക്സ്റ്റ് വരുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി. ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾസ്, ഓംസ് ലോ, പിന്നെ അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ബാറ്ററി സെൽസ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഇനി മെക്കാനിക്കൽ പാർട്ടിൽ നെക്സ്റ്റ് വരുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലൂയിഡ് വാൽവ്സ്. ഇവിടെ നമുക്ക് ഹൈഡ്രോളിക്സിന്റെയും അതുപോലെ ന്യൂമാറ്റിക്സിന്റെയും ഡിഫറെന്റ് കൺട്രോൾ വാൽവ്സുകളെ പറ്റി പഠിക്കാനുണ്ട്. അതായത് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്, പ്രഷർ റിലീഫ് വാൽവ്, അതുപോലെ ന്യൂമാറ്റിക് യൂണിറ്റിന്റെ FR, ഫിൽട്ടർ, റെഗുലേറ്റർ, ലൂബ്രിക്കേഷൻ യൂണിറ്റ്സ്, അതിന്റെ കൺസ്ട്രക്ഷൻസ്, ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പോൾ ഇത്രയുമാണ് മെക്കാനിക്കൽ പാർട്ടിന്റെ സിലബസ് ആയിട്ട് PSC കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ITI നിമി ബേസ്ഡ് ബുക്സുകളാണ്. PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിലബസ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ITI പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിന്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. താങ്ക്സ്.